പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കാത്തതിന്റെ പേരിൽ കേരള ജല അതോറിറ്റി ആസ്ഥാനത്തിന് മുന്നിൽ വിരമിച്ച ഉദ്യോഗസ്ഥന്മാർ സത്യഗ്രഹം ഇരിക്കുകയാണ്. ഇപ്പോൾ സത്യഗ്രഹം 1 മാസം പിന്നിട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 30 ദിവസങ്ങളായി അവരവിടെ കുത്തിയിരിക്കുക. മറ്റു സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ജല അതോറിറ്റി ജീവനക്കാർക്ക് നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാണ് സമരക്കാർ അവിടെ സത്യഗ്രഹം ഇരിക്കുന്നത്. കഴിഞ്ഞ 39 ദിവസമായി തിരുവനന്തപുരം ജല അതോറിറ്റി ആസ്ഥാനത്തിന് മുന്നിൽ ഒരു കൂട്ടം ആളുകൾ സമരമിരിക്കുകയാണ്. സർവീസിൽ നിന്ന് വിരമിച്ച് സമാധാനത്തോടെ വിശ്രമിക്കേണ്ടവരാണ് പെൻഷൻ ആനുകൂല്യങ്ങൾ നിഷേധിച്ചതിൻ്റെ പേരിൽ തെരുവിലിറങ്ങി സമരം ചെയ്യുന്നത്. ജല അതോറിറ്റിയുടെ കടത്തിൻ്റെ ഉൾപ്പെടെ പേര് പറഞ്ഞാണ് ഇവരോടുള്ള അനീതി. ശമ്പള പരിഷ്കരണ കമ്മീഷൻ ശുപാർശ ചെയ്തത് പ്രകാരം 2019 മുതൽ നടപ്പിലാക്കേണ്ട പെൻഷൻ പരിഷ്കരണമാണ് ജല അതോറിറ്റി നീട്ടിക്കൊണ്ടുപോകുന്നത്. 2022 ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയെങ്കിലും പെൻഷൻ പരിഷ്കരണം ഉണ്ടായില്ല. ജലനിരക്ക് വർദ്ധിപ്പിച്ചപ്പോഴും പെൻഷൻ പരിഷ്കരണം നടപ്പിലായില്ല. ഇത് ചൂണ്ടിക്കാട്ടി പലതവണ സമരം ചെയ്തു. മന്ത്രിമാരെ മാറി മാറി കണ്ടു. പക്ഷേ പരിഹാരമുണ്ടായില്ല. തുടർന്നാണ് ജല അതോറിറ്റിയിലെ 4 പെൻഷനേഴ്സ് അസോസിയേഷനുകൾ ചേർന്ന് സംയുക്ത സത്യാഗ്രഹം നടത്താൻ തീരുമാനിച്ചത്. വാട്ടർ അതോറിറ്റിയിലെ പെൻഷൻകാരെ മാത്രം ഇങ്ങനെ അവഗണിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. വാട്ടർ അതോറിറ്റിയുടെ വരുമാനവും ചെലവും കണക്കാക്കി മാത്രം നൽകേണ്ട ഒരു മേഖലയല്ല ഇത് പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന സേവന മേഖലയാണ്. ഓരോ ഫയലും ഓരോ ജീവിതമാണ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരും 10,000 വരുന്ന പെൻഷൻകാരുടെ ജീവിതം ഒരു ഫയലിൽ ഇതുപോലെ കുരുക്കിയിട്ടിരിക്കുന്ന ഒരവസ്ഥ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വൃദ്ധരുൾപ്പെടെ സത്യാഗ്രഹത്തിന്റെ ഭാഗമായുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ്സിൽ ഓരോ മണ്ഡലത്തിലും പെൻഷൻ കൂട്ടായ്മയുടെ പ്രതിനിധികൾ വിഷയം ഉന്നയിക്കുന്നുണ്ട്. സർക്കാരിൽ നിന്ന് അനുകൂല തീരുമാനമുണ്ടാകണമെന്നാണ് ആവശ്യം. 10, 80, 85 വയസ്സായ വയോജനങ്ങളായ വൃദ്ധന്മാർ ദിവസവും ഈ പന്തലിൽ വന്നിരുന്ന് ഞങ്ങളുടെ ആനുകൂല്യം നൽകി തരൂ, ഞങ്ങൾ ആനുകൂല്യം അനുവദിക്കൂ എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു ഗതികേടാണ് വാട്ടർ അതോറിറ്റി പെൻഷൻകാരെ സംബന്ധിച്ച് കാണുന്നത്. KSEBിക്ക് നൽകാനുള്ള കടം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ജല അതോറിറ്റി പെൻഷൻ പരിഷ്കരണം വൈകിപ്പിക്കുന്നത്. അതേസമയം സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ജല അതോറിറ്റിക്ക് ലഭിക്കാനുള്ള കുടിശ്ശികയെപ്പറ്റി ആരും മിണ്ടുന്നില്ല എന്നാണ് സമരക്കാരുടെ ആരോപണം. വേണ്ടിവന്നാൽ അനിശ്ചിതകാല നിരാഹാര സമരം വരെ ആരംഭിക്കാൻ ഒരുങ്ങുകയാണിവർ. പെൻഷൻ പരിഷ്കരിക്കുമെന്നത് വാഗ്ദാനങ്ങൾ മാത്രമായി മാറിയപ്പോഴാണ് ഇവിടെ വന്ന് സമരം ചെയ്യാൻ ഇവർ തീരുമാനിച്ചത്. പരിഹാരമാകും വരെ സമരം തുടരാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. വർദ്ധിച്ചു വരുന്ന ജീവിത ചിലവുകൾക്കിടയിൽ ഇത്തരത്തിൽ പെൻഷൻ പരിഷ്കരണം ഉൾപ്പെടെയുള്ളവ നീട്ടിക്കൊണ്ടുപോകുന്നത് തീർച്ചയായും അനീതി തന്നെയാണ്. അഖിൽ ഷാ അൻസാർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. വാട്ടർ അതോറിറ്റിയുടെ കാര്യം നമുക്കറിയാം. ശമ്പളവും വെള്ളക്കരവും ഒക്കെ കൃത്യമായി കൂട്ടിക്കൊണ്ടിരിക്കും. അവർ ഇതേ വാട്ടർ അതോറിറ്റി എന്തിനാണ് പെൻഷനേഴ്സിനെ അവഗണിക്കുന്നത് എന്നാണ് അവരുടെ ചോദ്യം. ഈ ഉദ്യോഗസ്ഥന്മാർ ഈ അവഗണന നടത്തുമ്പോൾ ഈ സത്യഗ്രഹം ഇരിക്കുന്ന ആൾക്കാർ പറയുന്നത് ഈ ജീവനക്കാരും നാളെ വിരമിക്കുമെന്ന കാര്യം മറക്കേണ്ടെന്നാണ് പറയുന്നത്. അവരുടെ നിശ്ചിതമായ പ്രതികരണങ്ങളിലേക്ക്. KSEBിയുടെ ഭീമമായ ഒരു കുടിശ്ശികയുടെ പേരിൽ 1200 കോടി കുടിശ്ശികയുണ്ടെന്ന് പറയുന്നത് KSEBിക്ക് കൊടുക്കാനുള്ളത് തന്നെ സമ്മതിച്ചു. പക്ഷേ അതിൻ്റെ പേരിൽ ഈ പെൻഷൻകാരുടെ റിവിഷൻ തടഞ്ഞു വെക്കേണ്ട ഒരു കാര്യമില്ല. സർക്കാർ ഇത് തടഞ്ഞു വെച്ചിരിക്കുന്നതിന് യാതൊരു ന്യായീകരണവുമില്ല. കാരണം ഇതിൻ്റെ മൊത്തം ഫണ്ടും നമ്മുടെ വാട്ടർ അതോറിറ്റിയിൽ നിന്നാണ് ചെലവഴിക്കാനുള്ളത്. പെൻഷൻ പരിഷ്കരണത്തിന് വേണ്ടി അതിൽ വരുന്ന അധിക ചെലവ് യാതൊരു പൈസ പോലും ഇത് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നില്ല. നമുക്കിപ്പോൾ മാസാമാസം കിട്ടുന്ന ബഡ്ജറ്റ് അലോക്കേഷൻ പോലും കൃത്യമായി കിട്ടാത്ത സമയമാണിപ്പോൾ. എല്ലാ ഗവൺമെൻറ് ജീവനക്കാർക്കും മറ്റെല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ഈ റിവിഷൻ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഞങ്ങൾക്ക് 4.5 വർഷമായിട്ട് ഇത് കിട്ടിയിട്ടില്ല. 2014 ഞങ്ങൾ വാങ്ങിച്ച പെൻഷൻ തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഇന്ന്. അതിനുശേഷം എത്രയോ ജീവിത സാഹചര്യത്തിൻ്റെ വില വർധനവ് കൊണ്ടുള്ള വ്യത്യാസങ്ങളുണ്ടല്ലോ. പക്ഷേ 2014 പെൻഷൻ കൊണ്ടാണ് നമ്മളിന്നും ജീവിക്കുന്നത്. ഏതാണ്ട് 45 കൊല്ലത്തോളം ഈ സർവീസ് രംഗത്തിരിക്കുകയായിരുന്നു. പെൻഷനായിട്ടും ഏതാണ്ട് 18 കൊല്ലം ഈ വാട്ടർ സപ്ലൈ രംഗത്ത് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അതിനൊരു ചാൻസ് കിട്ടി. പക്ഷേ ഇത്രയും പ്രവൃത്തി ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പെൻഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ കഷ്ടമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, യൂട്യൂബിൽ ചില ആൾക്കാർ ഇതിനെതിരെയൊക്കെ പ്രതികരിക്കുന്നുണ്ട്. അതായത് പി ഉണ്ണികൃഷ്ണൻ പറയുന്നു,
യൂട്യൂബ് വ്യൂവേഴ്സ് 18Kയിൽ നിന്ന് 8Kയിലേക്ക് പോയത് ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ഉണ്ണികൃഷ്ണൻ, അതിലും നമ്മൾ യൂട്യൂബിൽ എല്ലാ തവണയും നമ്മുടെ ചാനലിൽ 18,000 ആൾക്കാർ നിൽക്കുന്നില്ല. രാവിലെയൊക്കെ മോർണിംഗ് ഷോയിൽ 18,000, 20,000 ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് താങ്കൾക്ക് ടെൻഷനൊന്നും വേണ്ട. നമ്മളെ ഇതൊന്നും ബാധിക്കുന്ന പ്രശ്നമല്ല. ഇത്രയോ ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ലോകമെമ്പാടും ഇരുന്ന് സന്ദേശങ്ങളൊന്നും അയക്കാതെ ഈ പരിപാടി കാണുന്നുവെന്ന് നമുക്കറിയാം. എന്നാൽ തീർച്ചയായിട്ടും യൂട്യൂബിൽ സന്ദേശം അയക്കുന്ന പ്രേക്ഷകരോട് നമുക്ക് പ്രത്യേകിച്ച് ആദരവും സ്നേഹവും ഉണ്ട്. അപ്പോൾ അവരാണ് നമ്മുടെ കരുത്തും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവരുടെ ഒരു സംസ്ഥാന സമ്മേളനം ഈ ജനുവരി അവസാനം നടത്തണമെന്ന് തീരുമാനിച്ചതും ആയിരക്കണക്കിന് പ്രേക്ഷകർ ഇപ്പോൾ പ്രതികരിച്ചു തുടങ്ങിയതും. ഉണ്ണികൃഷ്ണൻ, എന്താ അങ്ങനെ ഒരു ടെൻഷൻ വരാൻ കാരണം? അതും നമുക്കില്ലാത്തൊരു ടെൻഷൻ മാത്രമല്ല, കണക്കിലെ കളികളാണ് ചിലതെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.